അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാ, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസ് 10 മിനിറ്റൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളതിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ഇടലുണ്ട്, വീഡിയോ കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ കുറച്ചുകൂടി ലെങ്ത്ത് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലില്ല ഈ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് നമ്മൾ നാളത്തെ വീഡിയോയിലാണ് ഇടുക ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പം അല്ലാത്ത കുറച്ച് കാറ്ററിങ് അടങ്ങിയ ഒരു കുഞ്ഞു വ്ളോഗ് തന്നെയാണെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കമൻറ്റ്, എത്ര പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം റെസിപ്പി ഇട്ടാലും ഒരുപാട് കമൻറ്റ് വരുന്നതാണ്, ഉണ്ണിയപ്പം റെസിപ്പി കാണിക്കുമോ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാ ഞാൻ ഇതിൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ല ആളുകളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ നമ്പർ തരുമോ ചെയ്യാണ്ട് വീഡിയോൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യലുണ്ട്. ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് കാണാം. അപ്പോൾ നമ്മളെ പഴയ ഒരുപാട് വീഡിയോസിൻ്റെ ചുവട്ടിൽ നമ്മളെ നമ്പർ ഉണ്ട്. കമൻറ്റിലൂടെ ഞാൻ പിന്നെ നമ്പർ അതിൻ്റെ അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകൊണ്ട് കേട്ടോ. നമ്പറിന് ആവശ്യമില്ല ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് നമ്പർ ഡയലി ചോദിക്കലുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കമൻറ്റ് ശ്രദ്ധയിൽ പെടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിന് നമ്പർ പിന്നെ ഇടുമ്പോൾ നിങ്ങളായിരിക്കില്ല കാണൽ, പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആവശ്യമില്ല അപ്പോൾ കമൻറ്റിൻ്റെ ചുവട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതിന് ശേഷം ചോദിച്ചാൽ മതി. അത് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരു 700 ഗ്രാം പിന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ട്. 1 കിലോ ഇല്ല, ഒരു 700 ഗ്രാം പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിന്. ഞാൻ നേരത്തെ കാണിച്ച ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. 1/2 കിലോ ശർക്കര ഇല്ല കേട്ടോ. അത് തൂക്കമൊന്നും ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ 10 കിലോ ശർക്കരയൊക്കെ ഒന്നായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ തൂക്കാൻ പറ്റില്ലല്ലോ ഇന്ന്. അതേമാതിരി പച്ചരിയൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങനെ കുറച്ചിങ്ങനെ എനിക്കൊരു കണക്കുണ്ട്. ആ കണക്കിന് ഞാനിങ്ങനെ വെള്ളത്തിലിടാം. അളക്കലൊന്നുമില്ല. ഞാനൊരു പാത്രമായിട്ടോ ഗ്ലാസ്സായിട്ടോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിടലാണ്. അതാണ് നിങ്ങൾ കറക്റ്റ് ഇത്ര കിലോ കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവാത്തത്. എനിക്കൊരു പാത്രത്തിൽ ഇങ്ങനെ ഞാൻ ഡെയിലി ഇടുന്നതാകുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാം പച്ചരിയും ഏകദേശം ഒരു 400 ഗ്രാം ശർക്കരയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു 8 ഏലക്കയും പിന്നെ ഇതാ ഒരു 1.5 സ്പൂണും ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഫസ്റ്റത്തെ ട്രിപ്പിൽ മാത്രമേ കേട്ടോ ഈ ജീരകം ഏലക്കായ ഇടുക. അപ്പോൾ പിന്നെ അരക്കണതിലൊന്നും ഇടണ്ട വിചാരിച്ചിട്ട് അതാണ് കൂടുതൽ ഫസ്റ്റത്തെ ട്രിപ്പിലിട്ട് കണ്ടാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ പിന്നെ അരി അരച്ചെടുക്കണം. നമുക്കിതേക്ക് ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കാനുണ്ട്, അതുകൊണ്ടാണ് തോനെ വെള്ളത്തിൽ ഇത് അരച്ചെടുക്കാത്തത് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്നിക്കണേ. ഇനി നമുക്ക് ഒന്നിങ്ങോട്ട് ചൂട് പോയതിന് ശേഷം നന്നായിട്ട് തണുക്കലൊന്നുമില്ല, നമ്മളെ കൈ പൊള്ളാത്തൊരു ചൂടാകുമ്പോൾ തന്നെ ഞാൻ അധികം ആവി പോണ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അതിന് കലത്തപ്പത്തേക്കാണെങ്കിലും ഉണ്ണിയപ്പത്തേക്കാണെങ്കിലും മാവ് കൂട്ടുമ്പോൾ ശർക്കരപ്പാനി തണുക്കട്ടെ വിചാരിച്ച് കാത്തിരിക്കലൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടി ഞാനിങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റില്ലേ പിന്നെ ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ നമ്മളുണ്ടാക്കുമ്പോൾ കിട്ടൽ. അപ്പോൾ ഉണ്ണിയപ്പം സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് എണ്ണ കുടിക്കും കേട്ടോ. ഉണ്ണിയപ്പത്തിൽ എന്താ എണ്ണ കുടിക്കണമെന്ന് ഓരോരുത്തർ ചോദിക്കലുണ്ട്. അപ്പോൾ സോഫ്റ്റ് ആകുമ്പോൾ കുറച്ച് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കും. പിന്നെ പഴമൊക്കെ ചേർക്കുമ്പോഴാണ് എണ്ണ കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുടിക്കാത്ത ഉണ്ണിയപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പഴം ചേർക്കാതെ നിന്നാൽ മതി. അതേപോലെ വെറും പിന്നെ പച്ചരിയും കുറച്ച് മൈദയും ചേർത്തിട്ടുണ്ടാക്കി. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ എത്ര ചോറ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ചോറൊക്കെ എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഞാൻ കാണിച്ചു തന്ന അളവിൽ. അപ്പോൾ ചെറിയൊരു കയ്യിലിന് ഒരു കയ്യിൽ ചോറൊക്കെ നമ്മളിതേക്ക് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കൂടുതൽ ചോറായി കഴിഞ്ഞാൽ ഒരു ഒട്ടൽ വരും കേട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ കുറച്ച് ചോറ് ചേർത്താൽ മതി. അതേപോലെ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു
സോഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് നമ്മൾ കലത്തപ്പത്തൊക്കെ ചേർക്കണ പോലെ തന്നെ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 3 കയ്യിൽ മൈദ കേട്ടോ. അപ്പോൾ ചെറിയ കോരി വെച്ചിട്ടാണ് ഞാനേക്ക് പിന്നെ മൈദ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു 3 കയ്യിലൊക്കെ മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പിന്നെ അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ മൈദനെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് മിക്സിയിലിട്ട് കണ്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ പച്ചരി കുതിർന്ന പച്ചരിയിൽ ശർക്കരപ്പാനി ഇട്ട് പിന്നെ ഒഴിച്ച് കണ്ട് അരി അരച്ചെടുക്കുമ്പോൾ അരി ഇങ്ങനെ ഒരു കല്ല് പോലെ ആയിപ്പോവും കേട്ടോ. കല്ലച്ച് ഇങ്ങനെ നിൽക്കും, ശരിക്കും ഇങ്ങോട്ട് അരയൂല. അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ അരി അരക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരുവിധം അങ്ങനെ അരക്കുമ്പോഴൊക്കെ അങ്ങനെ ആവലുണ്ട്. ചിലർ ഇനി ഇത് കണ്ടിട്ട് ഞങ്ങൾ അരക്കുമ്പോൾ ആവലില്ല എന്ന് അതെനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ ഞാൻ അരക്കുമ്പോൾ അരിക്കൊരു ബലം കൂടിയ പോലെയൊക്കെ തോന്നലുണ്ട്. അപ്പോൾ മൈസൂർ പായത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. മൈസൂർ പായം ഞാനൊരു കടയിൽ ചോദിച്ചപ്പോൾ കിട്ടാനില്ല എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയതാണ് കേട്ടോ. അത് ചെറിയ കുഞ്ഞി പഴമാണ്, പിന്നെ ഒരു ഉണങ്ങിയ പോലത്തേക്ക് ഒരു പഴം കേട്ടോ. അപ്പോൾ ഇല്ല പഴമൊക്കെ വെച്ചിങ്ങാണ്ട് നമ്മൾ പിന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പഴം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഇല്ലോടത്തുനിന്ന് നമ്മളത് മാക്സിമം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴത്തിൻ്റെ പിന്നെ അളവൊന്നും നോക്കിയിട്ടില്ല. അതിപ്പോൾ ഒരു 1/2 കിലോ പഴം വാങ്ങിയതാണ്. ഇത് ചെറിയ കുഞ്ഞി പഴമായതുകൊണ്ട് കുറച്ച് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സാധാ ഒരു മൈസൂർ പഴത്തിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 പഴമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും ആ മൈദ അടിച്ച് ആകെ മിക്സിയിലിട്ട് അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ നമ്മളെ ഉണ്ണിയപ്പം മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് ലൂസാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ പിന്നെ ചൂടാൻ നേരത്താണ് പിന്നെ എള്ളും ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ഇട്ടീന് കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ മക്കളെ. പിന്നെ 1/2 സ്പൂൺ, ഒരു കുഞ്ഞി സ്പൂണിന് ഒരു 1/2 സ്പൂണ് അപ്പസോഡയും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉണ്ണിയപ്പം മാവ് അവിടെ മാറ്റി വെച്ചിരിക്കണം. ഇനി നമ്മൾ ചപ്പാത്തിയാണ് രാവിലെ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും അതേപോലെ ബാക്കിയുള്ള കടികളൊക്കെ ആകണ അത്രയും സമയം നമ്മളെ ഉണ്ണിയപ്പം മാവ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ചുടാൻ വിചാരിച്ചിട്ട് മാവ് അവിടെ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കണ് ആദ്യം തന്നെ. പിന്നെ നമുക്ക് പൂവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി റെഡിയാകുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനാവും കേട്ടോ. ആയിട്ടില്ലെങ്കിലും അത് ചുടൽ നിർബന്ധമാണ്. ആ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അതുകൊണ്ട് അതിന് മുമ്പുള്ള കടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പൂവടയാണ്. അപ്പോൾ പൂവടയ്ക്ക് തേങ്ങയ്ക്ക് ചിരകി വെച്ചിരിക്കണം. അതിലേക്ക് ഇനി ശർക്കര നന്നായിട്ട് കുത്തിങ്ങാണ്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ. പൊടിയൊക്കെ വാട്ടി ഉരുട്ടി അവിടെ വെച്ചിരിക്കണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേറെയും ഒരുപാട് ഓർഡർ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ആ കേക്കിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഈ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇടാത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ വീഡിയോയിൽ ആ കേക്കിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതൊരു സംഭവമാണ് കേട്ടോ ആ കേക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു കേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കോണ്ടി. പിന്നെ നമ്മളിതാ പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ നന്നായിട്ട് പൊടിച്ച് നമ്മളെ തേങ്ങയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിരുമ്പി മിക്സാക്കി എടുക്കണം. ശർക്കര എല്ലായിടത്തേക്കും ആകുന്നത് വരെ ഇത് തിരുമ്പി റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ ഇതുള്ളൂ കേട്ടോ പൂവട ഉള്ളോട്ട് ഉണ്ടാക്കുന്നത്. ഒരു 10-20 പൂവട കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്കൊന്നും ഓർഡറില്ല. അപ്പോൾ ഒരു 10-20 പൂവടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പൂവടൻ്റെ ഉരുളയൊക്കെ ഉരുട്ടിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പൂവട അച്ചിലല്ല ഉണ്ടാക്കിയെടുക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പൂവടൻ്റെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, പൂവടക്ക് അധികം വേവൊന്നും ഇല്ലാന്ന്. പൂവട കുറേ സമയം നമ്മൾ വേവിച്ച് അതിന് ശർക്കര ഒക്കെ ഒലിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൂവടയൊക്കെ
ഒരു 4 മിനിറ്റിലേറെ ഒന്നും നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചരുത്. എന്ന് വെച്ചാൽ നല്ലോണം തീ കത്തുകയാണെങ്കിൽ കേട്ടോ, നല്ല ആവി കയറുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പൂവടനെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിലേറെ സമയം ആകും. അടുത്ത ട്രിപ്പ് ഉണ്ടാക്കി വരുമ്പോഴത്തേന് ചിലപ്പോൾ ടൈം കൂടിപ്പോകും കേട്ടോ. നമ്മളിത് അമർത്തലൊക്കെ ഒരാൾ തന്നെ ആകുമ്പോൾ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. നന്നായിട്ട് തീ കത്തുകയാണെങ്കിൽ. അപ്പം കുറച്ച് സമയം വൈകുമ്പോഴാണ് നമ്മൾ പൂവടയൊക്കെ പൊട്ടി ശർക്കരയൊക്കെ ഒലിക്കട്ടോ. പെട്ടെന്ന് അത് എടുത്താൽ പൂവട ഏകദേശം ഒരു 2-3 മിനിറ്റിൻ്റെ വേവുള്ള നമ്മളെ പൂവടയൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഞാനൊരു 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളെ പൂവട എടുക്കലുണ്ട്. അതിലേറെ സമയം കൂടിയാലാണ് പൂവടയൊക്കെ പൊട്ടിപ്പോകട്ടോ. പൊട്ടല്ല, ശർക്കര ഇങ്ങനെ ഒലിച്ചാൽ നമ്മൾ പൂവട ഒരു വൃത്തിയില്ലാതെ വെള്ള ഇതിൽ കിട്ടൂല. അപ്പം ഞാൻ പിന്നെ കുറച്ചിങ്ങോട്ട് അമർത്തി വെച്ചിരിക്കണ് ഒരു ട്രിപ്പിനില്ലാതെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇത് നമ്മളെ ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിട്ടാണ് ഞാൻ അടുത്ത ട്രിപ്പ് ഇങ്ങനെ അമർത്തി വെക്കുന്നത് കേട്ടോ. കുറേ ഇങ്ങനെ അമർത്തി വെച്ചാലും ചിലപ്പോൾ പൊട്ടിപ്പിടിച്ചാലും ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പൂവടനെ ഒന്ന് അച്ചാക്കി എടുക്കട്ടെ, റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ആയ പൂവട ഞാനിങ്ങനെ അച്ചിലിട്ടിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അച്ചിലിട്ടിട്ട് തന്നെ പൂവട ഉണ്ടാക്കിക്കൂടെ ചോദിച്ചിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ നടുഭാഗം തേങ്ങയൊക്കെ നിറയുമ്പോൾ പൊട്ടിപ്പോവാണ് കേട്ടോ. അതാട്ടോ ഇങ്ങനെ ചെയ്യണം, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ചിലിട്ട് അമർത്തുന്നത്. അപ്പോൾ അത് ആ പൂവട ചുടലൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഉണ്ണിയപ്പം മാവ് നേരത്തെ കൂട്ടി വെച്ചതൊക്കെ റെഡി ആയിക്കണ്. ഞങ്ങൾക്ക് കുറച്ച് എള്ളും അതേപോലെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നമ്മളെ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് സ്കൂൾക്ക് പോകുമ്പോൾ കൊടുത്തു വിടാനല്ല തന്നെയാണ്. ഇത് വേറൊരു സ്കൂൾക്കുള്ള ഓർഡറാണ് കേട്ടോ. സ്ഥിരം കൊടുക്കുന്ന സ്കൂളല്ല. അപ്പോൾ അവിടേക്കുള്ള ഓർഡറാണ്. അപ്പോൾ 50 ഉണ്ണിയപ്പം മതി. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ റെഡിയാക്കിയതാണ് കേട്ടോ. ഉണ്ണിയപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നേക്കണ്. അതിക്കൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് അടുപ്പുമ്മ കൂടി ചട്ടിമ്മ കൂടി ആ കുറ്റണ്ട വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തന്നെയാണ് മാവ് ഒഴിച്ചെടുക്കണം. പിന്നെ അത്യാവശ്യം ഓയിൽ വേണം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ. എന്നാലും നന്നായിട്ട് പൊങ്ങി വരിക. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒരു ഷേപ്പില്ലാതായി പോകും കേട്ടോ, എണ്ണ കുറഞ്ഞാൽ. അപ്പോൾ ആ എണ്ണയിൽ ഇങ്ങനെ ഉരുണ്ട് നല്ലോണം നീന്തി കളിക്കണമെങ്കിൽ നല്ലോണം കുഴി നിറയെ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പിൽ നിറച്ച് ഒഴിച്ച് കൊടുത്താൽ പിന്നത്തെ 2-3 ട്രിപ്പിൽ ആ എണ്ണയും കൊണ്ട് തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ തുമ്പത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, കേകി വെച്ചത്. ഇനി ഇപ്പോൾ വക്കത്തു നിന്ന് കുറച്ച് വെള്ളം ഉറ്റിയപ്പോൾ ആകെ ഒരു എണ്ണ തെറിച്ചു കേട്ടോ മൊത്തത്തിൽ. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റാണ്ട് ഉറ്റിയപ്പോൾ പിന്നെ ചട്ടി ഫസ്റ്റത്തെ ട്രിപ്പായതുകൊണ്ട് നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ അത് മറിച്ചിടാനായിരിക്കണം കേട്ടോ. കുറച്ച് സമയം നിൽക്കാനും ഫുള്ള് കുഴിയിലേക്ക് ഒഴിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ട് ബാക്കി ഒഴിച്ചെടുത്ത് മറിച്ചിട്ടതിന് ശേഷം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പം തന്നെ മറിച്ചിട്ടില്ലെങ്കിൽ മേൽഭാഗം മൂത്ത് പോകും, നിറച്ച് എണ്ണല്ല കാരണം. പിന്നെ മേൽഭാഗം മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറിച്ചിട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ പകുതിയില്ല ഉണ്ണിയപ്പേക്കാരം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചട്ടിൻ്റെ ചൂടൊരു പാകം ഞാൻ തീ കുറച്ച് സിമ്മിലാക്കി വെച്ചതിന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ മറിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറേ നീട്ടിപ്പരത്തി അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഉണ്ണിയപ്പമൊക്കെ മറിച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ട് പൊന്തി വന്ന് നല്ല സോഫ്റ്റിൽ ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം. ഇനി ഉണ്ണിയപ്പം റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ എനിക്കറിയണ പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിക്കണ്. മാവ് കൂട്ടണമൊക്കെ മനസ്സിലായിക്കുമെന്ന് വിചാരിക്കുകയാണ്. ചോറ് കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മളെ ചട്ടി ഒന്നും ഇങ്ങനെ മാറി കേട്ടോ. ചട്ടി വലുതും അടുപ്പ് ചെറുതായതുകൊണ്ട് ഒരുപാട് ഓയിൽ പോയി ഇപ്പോൾ ചട്ടിയിലുണ്ടതിന്. അപ്പോൾ ചോറ് കുറച്ച് ചേർക്കുക. ചോറ് കുറച്ച് കൂടിപ്പോയാലും നമ്മളെ ഉണ്ണിയപ്പത്തിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ചോറ് ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ച് സോഫ്റ്റിനും കുറവേക്കാൻ. അപ്പോൾ കുറച്ച് ചോറ് ചേർക്കും വേണം. പാകത്തിന് കൂടുതൽ സോഫ്റ്റ് ആകാൻ വേണ്ടി കൂടുതൽ ചേർക്കരുത് എന്നാട്ടോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ പച്ചരി തന്നെയാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൽ കൂടുതൽ വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അളവിൽ വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം
അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ വെന്തത് ഇങ്ങനെ പിന്നെ നമ്മളെ പപ്പടക്കോല് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണുണ്ട് കേട്ടോ. വെന്ത ഉണ്ണിയപ്പമൊക്കെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. സമയമില്ലേനി കേട്ടോ, കുറച്ച് സമയമുള്ളൂ ഇനി. അപ്പോൾ പൂവടി ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റാണ് പിന്നെ ഞാൻ ഉണ്ണിയപ്പം ചുട്ടിക്കണത് അന്ന്. പിന്നെ ഇത് 50 എണ്ണത്തിലാറ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാവ് 50 എണ്ണത്തിൻ്റെ അളവല്ല ഇട്ടത്. പിന്നെ ഈ 700 ഗ്രാം അരി എന്നൊക്കെ പറഞ്ഞാൽ 50 എണ്ണത്തിൻ്റെ അളവല്ല. അതിൽ പിന്നെ ഒരു 70-75 ഉണ്ണിയപ്പം കിട്ടിക്കണം കേട്ടോ. അത്രയും അരി കൊണ്ട്. പിന്നെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി സാധാ എൻ്റെ അടുത്ത് വേറൊരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്. ഇത് വലിയ ചട്ടിയാണ് കേട്ടോ. വലിപ്പം കൊണ്ട് വലുതാണ്, ഇതിൻ്റെ കുഴിയും വലുതാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം നമ്മൾ കടയിലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ വെക്കുമ്പോൾ ഇത് കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മക്കളെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളോട് പറയാൻ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.